നാടോടിപ്പാട്ടിൽ തകത്തിന്തകത്തിത്തൈ നാടൻ പാട്ടീണം കേട്ടേ ഞാൻ നാടൻ പാട്ടീണം കേട്ടേ മലമുകളിൽ ദൈവത്തറയിൽ തിരിവെട്ട ചോപ്പു കണ്ടേ മലമുകളിൽ ദൈവത്തറയിൽ തിരിവെട്ട ചോപ്പു കണ്ടേ തെക്കൻ മല കയറിയിറങ്ങി പാഞ്ചാലിച്ചോലയിൽ മുങ്ങി പാണന്റെ പഴംപാട്ടി നീണോ പാടി വരുന്നൊരു പാട്ടേ കാടിലകണ കാളിത്തയ്യം അടിവരുന്നൊരു കാറ്റേ. അടിപൊളി, മനോഹരമായ ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ചു. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് ചോദിച്ച് പോവല്ലേ. രഞ്ജു ചാലക്കുടി ഇന്ന് എല്ലാവരും ഏറ്റെടുക്കുന്നു, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, ആൾക്കാരുടെ മനസ്സിനെ കവർന്നെടുക്കുന്നു. രഞ്ജുവിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? നാടൻ പാട്ടിലൂടെയായിരുന്നു. ചെറുപ്പം മുതൽ നാടൻ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ. എൻ്റെ വീട്ടിൽ അച്ഛൻ നന്നായിട്ട് പാടും, അമ്മ നല്ല പ്രസംഗമൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ളൊരു ഒരമ്മയാണ്. എനിക്ക് 3 സഹോദരിമാരുണ്ട്. വീട്ടിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് റീല് ചുറ്റിപ്പിടിക്കുന്ന അജിൻ ബ്രോയ്ക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ റീല് ചുറ്റിപ്പിടിക്കുന്ന ചെറിയ കാസറ്റോടം പൂശിമക്കൂന്താരോ അല്ലെ, ഈ കാസറ്റുകളിലൂടെ, കോമഡി കാസറ്റുകളിലൂടെ ഒരു ശബ്ദം എങ്ങനെന്നോ കാതുകളിലേക്ക് എത്തി. വേറെ ഒന്നല്ല, പഴക്കൊടുത്ത് പോയിട്ട മാവുമ്മ മാങ്ങ തൂശിമ കൂണ്ടാജ തങ്കം മോച്ചക്കൊടുത്ത് പോയപ്പ മാവൊന്ന് കണ്ടേ തൂശിമ കൂണ്ടാജ. ആരായിരിക്കും? സാക്ഷാൽ കലാഭവൻ മണിച്ചേട്ടന്റെ കഥാപ്രസംഗം. അതിങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് തഴപ്പിച്ചു. അപ്പൊ നമുക്കൊരു ഇതാരത് അവതരിപ്പിക്കുന്ന ആള്, അവതാരകനാരാ, ഇതാരെങ്ങനെ പാടുന്ന ആള്, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഇത് ആരത് പാടിയെന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അന്നാള് മുതലേ ഉള്ളിലുണ്ട്. അതെന്ത് പ്രായമുണ്ട് രഞ്ജുവിന്? ചെറുപ്പം, നമ്മള് ചിലപ്പോ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ഒക്കെ അത്രേ ഉള്ളൂ, കുഞ്ഞാണ് നമ്മള്. സ്കൂളിലും പാടും. സ്കൂളിൽ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അന്ന് നമുക്കൊക്കെ ചിലപ്പോ അജിൻ ബ്രോ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, ദൂരെ ദൂരെ മാമലകൾ എങ്ങും പൂമലകൾ പച്ചയിൽ വിരിച്ചു നിൽക്കും എൻ്റെ കേരളം, ഒഴുകും കാട്ടരുവികൾ പൊന്നണിഞ്ഞ വയലുകളും കടലലവും വയ്ക്കും എൻ്റെ കേരളം അല്ലെ. ആ പാട്ടുകളൊക്കെ സ്കൂളിൽ പാടി നടക്കുന്ന കാലം. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ഒരാൾ കൂടിയിരിക്കുന്നുണ്ട്, നാടൻ പാട്ടിന്റെ രാജാവ്. നമ്മൾ അന്നേ വിളിച്ചു. ഇന്ന് വന്ന പേരല്ല, അന്നേ സ്ഥാപിച്ചിട്ടതാ. നമ്മളിപ്പോ ഇന്നലെയോ മിനിഞ്ഞാന്ന് തൊട്ട പേരല്ല, അന്നേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം തോന്നി എവിടെയെങ്കിലും അള്ളി പിടിച്ച് കയറണം. വിക്രമാദിത്യന്റെ പിന്നാലെ വേതാളം കൂടി പോലെ ഞാൻ പ്രസീത ചാലക്കുടിയുടെ കൂടെ കൂടി, പ്രസേച്ചിയുടെ കൂടെ ഒരു ടീമിൽ കയറി പറ്റി. ഒരു 1-2 വർഷം കൂടെ നിന്നു. പിന്നെ ആ ടീമിൽ നിന്നും ഒത്തിരി പഠിക്കാൻ പറ്റി, നാടൻ പാട്ടുകളും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൽ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ ഒരാളായിട്ട് നിന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. പാട്ട് മാത്രമല്ല, കൈസഹായങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ അതിലൂടെ ആയിരുന്നു തുടക്കം. ആ വേദി പിന്നീട് ഇന്നിപ്പോ ജനപ്രിയമായ പല ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും ഇപ്പോൾ നല്ല സോഷ്യൽ മീഡിയകളിൽ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഇങ്ങനെ അജിൻ പറഞ്ഞ പോലെ ബ്രേക്ക് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു കുതിച്ചാട്ടം തന്നെ. രഞ്ജുവിനെ പലർക്കും ഇഷ്ടപ്പെടാൻ തന്നെ കാരണം രഞ്ജുവിന്റെ ഇടപെടല്ലേ കേട്ടോ, അത് പറഞ്ഞിട്ടുണ്ടോ? കാരണം രഞ്ജു ഒരു ബന്ധം സ്ഥാപിച്ചാൽ അതിനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകും. ബന്ധം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബക്കാരേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആയിരിക്കും. നാക്കാണ് നമ്മളെ ബന്ധപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. അജിൻ ബ്രോ എവിടെയോ ഇരിക്കുന്ന ഒരാളാ, നമ്മൾ കണ്ടുമുട്ടിയത് സംസാരത്തിലൂടെയാണ്. അതെ. അജിൻ ബ്രോ ഇപ്പോൾ ഈ ഒരു ഇതിനു വേണ്ടി വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യമേ തന്നെ പറയാം, നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, സന്തോഷം. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് സുഹൃത്തുക്കൾ ഉണ്ടാവുന്നത്. സത്യം. ഓരോ സുഹൃത്ത് ബന്ധങ്ങളും വിലപ്പെട്ടതാണ്. രഞ്ജു എവിടെ പോയാലും രഞ്ജുവിന്റെ ഒരു സ്ഥാനം, സിഗ്നേച്ചർ പതിപ്പിക്കും കേട്ടോ. അങ്ങനെയാണല്ലോ വേദിയിൽ നിന്ന് വേദിയിലോട്ട് പോകുന്നത് അല്ലേ? അപ്പൊ മണിച്ചേട്ടനാണ് ഒരു തുടക്കക്കാരനായി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ഒരു കൈപിടിച്ച് ഉയർത്തിയതല്ലേ? അതായത് സ്റ്റേജ് ഷോകളിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു
തുടക്കം തന്നെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ എനിക്ക് തുടക്കം തന്നത് എന്നെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തിയത് മണിച്ചേട്ടനായിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് മണിച്ചേട്ടൻ്റെ പൊസിഷനും മണിച്ചേട്ടൻ്റെ സ്റ്റാർ വാല്യൂ വെച്ച് രഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട പോലും ആവശ്യമില്ല. അയ്യോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെയല്ല, അതെ, ഒരിക്കലും. ഞാൻ ഇപ്പോഴും എനിക്ക് എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഞാൻ അവിടെ ചെന്നെത്തിയതും അവിടേക്ക് വന്നെത്തിപ്പെട്ടത് എൻ്റെ പുറകിലുള്ള കാര്യങ്ങളും പിന്നെ അപ്രതീക്ഷിതമായിട്ട് മണിച്ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ശരിക്കും അത് ഇന്നൊരു മായാലോകം പോലെയാണ് എനിക്ക് ഇപ്പോഴും ഫീൽ. ആ ടെലിവിഷൻ നടക്കുന്ന സ്ഥലത്ത് രഞ്ജു ക്ഷണിക്കപ്പെടാതെ ചെല്ലുന്നു. അതെ അതെ. ഈ ചെല്ലുന്ന സമയത്ത് രഞ്ജുവിന് ഉറപ്പായിരുന്നു മണിച്ചേട്ടൻ പറയുമെന്ന്? ഇല്ല, എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിപ്പോൾ അജിംബ്രോ പറഞ്ഞ പോലെ തന്നെ ചിന്തിച്ചത്. കാരണം അവിടെ ഓൾറെഡി പ്രസേജിയുടെ ടീമിൽ ഞാൻ പാടുന്നുണ്ട്. അപ്പോൾ പ്രസേജിയുടെ ടീമിൽ തന്നെ പാടുന്ന എൻ്റെ ചേച്ചി തന്നെ ഭവ്യ ശ്രീ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പാടാനുണ്ട് അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ പ്രസേജിയുടെ അന്ന് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഓക്കെ. അപ്പോൾ പ്രസേജിക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആവലും പിന്നെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ട്, ട്രാവലിങ്ങിൻ്റെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഈ ചേച്ചീനെയാണ് അങ്ങോട്ട് വിട്ടത്. അപ്പോൾ അങ്ങനെ കൂടെ പോയതാണ് ഞാൻ. പക്ഷെ നമുക്ക് അറിയാലോ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് എടുക്കുന്നുണ്ട്. അതെ, ആ സ്പാർക്കിൻ്റെ പ്രായം കൂടി ചിന്തിക്കണം. 10, 14, 15 വയസ്സ് എനിക്ക് പ്രായമുള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കണം പുള്ളി. അപ്പോൾ മേശയൊക്കെ പിരിച്ച് കുറിയൊക്കെ വരച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുക. ഒരു ഐശ്വര്യം തന്നെ ഉണ്ട്, ഭയങ്കര രസമാണ് അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ അങ്ങനെ ചെന്ന്, അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ മണിച്ചേട്ടാ, അന്നത്തെ എൻ്റെ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല, ചുള്ളിക്കമ്പ. അങ്ങനെ ചെന്ന് ചേട്ടാ നമ്മൾ മറ്റേ തിയേറ്ററിൽ മറ്റേ 20 രൂപയുടെ ടിക്കറ്റ് സിനിമ ആണായിരിക്കുമ്പോൾ എങ്ങനെയാ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മോഹൻലാൽ അവിടെ നിന്ന് ഇടിയാൻ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് മണിച്ചേട്ടനെ നമ്മൾ അങ്ങനെ നോക്കണം. അത്ര ഭയങ്കര സൈസാ. അങ്ങനെ ഞാൻ മണിച്ചേട്ടനെ ചെന്ന് അങ്ങനെ പിന്നാലെ ചെന്ന് നിന്ന് ചേട്ടൻ ഒരു പാട്ട് എന്തെങ്കിലും അടുത്ത ആള് എന്നെ ഇടയ്ക്ക് നോക്കും, ഇങ്ങനെ നോക്കും, ചിരിക്കും. ഓക്കെ. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാനവിടെ ചെന്നു ഇവരെ കൂടെ എന്നെ എങ്ങനെയെങ്കിലും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഉള്ളിൽ സാധനം പിടിച്ചു പറ്റണല്ലോ. അതെ. അപ്പം അവിടെയുള്ള മറ്റുള്ള ജോലികളൊക്കെ എടുക്കലായി പരിപാടി. ഈ കറി വെക്കണ കൂടെ സഹായിക്കാൻ നിൽക്കുക, കരിയാപ്പില ഇടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു. അതായത് ഇങ്ങനെയെങ്കിലും ഇതിലൂടെ കയറി പറ്റാൻ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മണിച്ചേട്ടനെ അവിടെ വെച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പോലെ പാടുന്നു, എൻ്റെ ശൈലിയിൽ പാടുന്നു എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്, നീ പോയി താളിക്ക് ഞാൻ വരാം. അതെ അതെ. പക്ഷെ പലർക്കും പല തെറ്റുകാരുണ്ട്. ആ പ്രോഗ്രാം പാടിയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഓക്കെ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് മരവും ഒരു പുഴയും ഒരു പുൽമേടും ഒക്കെ കണ്ട എല്ലാവരും ധാരണ അതാണ് പാടി. അതെ. അങ്ങനെ ഒരു ധാരണ ഉണ്ട് മൊത്തത്തില് പ്രേക്ഷകർക്ക്. ഇത് സത്യത്തിൽ അതിരപ്പള്ളിയിൽ പെരിങ്ങൽകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പാടിയിലല്ല ഷൂട്ട് നടക്കുന്നത്. അന്നത്തെ അവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് അവിടെ മണിച്ചേട്ടൻ തന്നെ അരി കിറ്റ് വിതരണങ്ങൾ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഏതോ ഒരു പ്രമുഖ ചാനലിലുള്ള പ്രോഗ്രാമായിരുന്നു. പക്ഷെ ഭയങ്കര എപ്പിസോഡായിരുന്നു അത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മണിച്ചേട്ടൻ്റെ കൂടെ ആറാടി. ശരിക്കും ആ ഒരുമിച്ച് മണിച്ചേട്ടനോട് നിന്ന ഒരു വ്യക്തി എന്ന രീതി ഞാൻ ചോദിക്കുവാണ്, എങ്ങനെ ഉണ്ടായിരുന്നു വൈബ്? സിനിമയിൽ കാണുന്ന വാസന്തൻ ലക്ഷ്മിയിലെ രാമോ ചോട്ടാ മുംബൈയിലെ നടേശനോ അല്ലെങ്കിൽ മറ്റുള്ള കഥാപാത്രമൊന്നല്ല. ഇത് റിയൽ ഒരു പച്ചയായ മനുഷ്യൻ. നാടും നാട്ടുകാരും ആ ഒരു ഇതുണ്ട് എപ്പോഴും. ഒരു ചേർത്ത് പിടിക്കലുണ്ടായിരുന്നു എപ്പോഴും. ഭയങ്കര അറ്റാച്ച്മെന്റാണ്. പുള്ളി എപ്പോഴും ചേർത്ത് പിടിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ വെച്ചിട്ട് ഞാൻ പാട്ട് മാത്രമല്ല, എനിക്ക് മണിച്ചേട്ടൻ ഭക്ഷണം ഉണ്ടാക്കി കുഴച്ചെൻ്റെ വായിൽ ഉരുട്ടി വരെ വെച്ച് തന്നിട്ടുണ്ട്. രഞ്ജു, അതിനെപ്പോഴും ഒരു ഭാഗ്യമുണ്ടോ ഒരു കലാകാരൻ? എൻ്റെ മൂക്കിലും പോയിട്ടുണ്ട് അദ്ദേഹം. ഈ അന്ന് അവിടെ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നൊരു ടോണുണ്ട്. അപ്പം നമ്മളിവിടെ ഇപ്പം ഉണ്ടാക്കാൻ പോണത് തെക്കങ്ങാമ. എന്തോ നിനക്ക് മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? ഇല്ല. മാങ്ങാക്കറി, തെക്കങ്ങാമ മാങ്ങാക്കറി. ഓക്കെ. തെക്കങ്ങാമ തിരിച്ചിട്ട് മാങ്ങാക്കറി. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ ഇനി ഇതാർക്കാ വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അതിൽ വൈകിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തെ വായിലേക്ക് വെച്ചപ്പോൾ കുറച്ച് മൂക്കിലും പോയി. അങ്ങനെ വായിലും പോയില്ല, മൂക്കിലും പോയിട്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ കുറെ കളിക്കേക്ക് ഭയങ്കര അനുഭവമായിരുന്നു. പുള്ളി നല്ല കൈപ്പുണ്യമുള്ള ആളാണ്. പാട്ട് മാത്രമല്ല, പാട്ട് പാടുന്നതിന്റെ അതേപോലെ തന്നെ നല്ല കൈപ്പുണ്യമുള്ള ആളായിരുന്നു. എല്ലാം കൊണ്ടും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ നല്ലൊരു മനുഷ്യൻ.